സ്ക്രീൻ Shall we ഷെയർ start? ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു മാം. Yes, ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ വേഗം മാം. കേട്ടോ, ഇൻട്രോ അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് ഓൾ. എനിക്ക് ഗുഡ് മോർണിംഗ്. നേരം പരപരാ വെളുക്കുന്നേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. എല്ലാവർക്കും സന്തോഷം നേരുന്നു. നമ്മളെല്ലാവരും ഇപ്പൊ ഇരിക്കുന്നത് വിംബിൾ അക്കാഡമി സംഘടിപ്പിക്കുന്ന ട്രെയിനേഴ്സ് ടോക്ക് സീരീസിലാണ്. പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കിയ ട്രെയിനേഴ്സാണ് ഇവിടെ പല വിഷയങ്ങളിലായിട്ട് ക്ലാസ് എടുക്കാറുള്ളത്. ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് 136 135 എപ്പിസോഡാണ്. അപ്പൊ എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിന്റെ ബാച്ച് 22 ഒരു ആസ്പയറിംഗ് ട്രെയിനറാണ്. അബ്ദുൾ റൌഫ് എന്നാണ് പേര്. ഒരു ടെക്നോളജി പ്രൊഫഷണലാണ്. അതോടൊപ്പം ഒരു ഡിജിറ്റൽ വെൽനസ് ട്രെയിനറും കൂടിയാണ്. എൻ്റെ സ്വദേശം മലപ്പുറം. ഞാൻ ജോലി ചെയ്യുന്നത് ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ്. കുറച്ച് ദിവസം മുമ്പ് നടന്ന ഒരു സംഭവം പറയാം. എൻ്റെ സിസ്റ്റർ അവളുടെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തു. കുറെ കാലത്തിന് ശേഷമാണ് അവര് തമ്മിൽ കാണുന്നത്. അപ്പൊ അവര് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്താണ് ഇത് പ്ലാൻ ചെയ്തത്. ബസ്സുകളൊക്കെ വളരെ കുറവാണ്. അന്നാണെങ്കിൽ അത്യാവശ്യം മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ്. അങ്ങനെ എൻ്റെ അടുത്ത് സിസ്റ്റർ പറഞ്ഞു, ഞാനൊരു 10 മണിയൊക്കെ ആകുമ്പോൾ രാത്രി തിരിച്ചു വരും, സ്റ്റാൻഡിൽ വരണം വിളിക്കാനായിട്ട്. അപ്പം ഒരു 9:30 ആയപ്പം സ്വാഭാവികമായിട്ട് ഞാൻ വിളിച്ചു നോക്കി ഫോണിലേക്ക്. അപ്പൊ ആള് ഫോൺ എടുക്കുന്നില്ല. പിന്നെയും വിളിച്ചു, എടുക്കുന്നില്ല. അവളുടെ ഫ്രണ്ട്സിനെ വിളിച്ചു, ഒരു റെസ്പോൺസും ഇല്ല. അങ്ങനെ സ്വാഭാവികമായിട്ടും മനസ്സിൽ ടെൻഷൻ വന്നു അല്ലേ. പലവിധ ചിന്തകളാണ് മനസ്സിലേക്ക് കയറി വരിക. ബസ്സിന് എന്തെങ്കിലും അപകടം പറ്റിയോ, അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ, ഇനി ഈ മഴ കാരണം അവർ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയോ, ഇനി ഇതൊന്നുമല്ല അവർ വേറെ ഏതെങ്കിലും വഴിക്ക് പോയോ, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ചിന്തകൾ. അപ്പൊ ചിന്തകൾ കൂടുന്തോറും നമ്മളിങ്ങനെ വിളിക്കുന്ന കോളുകളുടെ എണ്ണം കൂടും. അതോടൊപ്പം ടെൻഷനും ആങ്സൈറ്റി ഒക്കെ ഇങ്ങനെ കൂടി വരും. അങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റ് അങ്ങനെ പോയി. 10 മിനിറ്റ് 15 മിനിറ്റ് ആയപ്പം സിസ്റ്ററുടെ മെസ്സേജ് വന്നു, ഫോൺ ഓഫായി പോയതായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാതിരുന്നത്. ബസ് കുറച്ച് ഡിലേ ഉണ്ട് മഴ കാരണം, ഒരു 15-20 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും, വെയിറ്റ് ചെയ്താൽ മതിയെന്ന്. അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ഇത് നമുക്കെല്ലാം സംഭവിക്കുന്ന കാര്യമാണ് അല്ലേ. ഓവർ തിങ്കിങ് എന്ന് പറയും. ഒരു സന്ദർഭത്തിന് അനുയോജ്യമല്ലാത്ത ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുക അല്ലേ. അസ്ഥാനത്തുള്ള ചിന്തകൾ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടി നമ്മൾ ടെൻഷൻ കൂട്ടി സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പോലും സംഭവിക്കുമെന്ന് വിചാരിക്കും. അപ്പൊ ഈ ഒരു വിഷയത്തിലാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബീഗം ഷഹാന മാം ആണ്. ഞാൻ ആദ്യം മാമിനെ കുറിച്ച് പറയാം. ട്രിവാൻഡ്രത്താണ് മാമിന്റെ സ്വദേശം. ഒരു സൈക്കോളജി കൗൺസിലർ ആണ്, മെന്റൽ വെൽനസ് കോച്ചും ആണ്, അതോടൊപ്പം ഒരു പ്രൊഫഷണൽ ട്രെയിനറാണ്. മാം കുറച്ചു കാലം ഒരു ടീച്ചിങ് പ്രൊഫഷനിലും ജോലി ചെയ്തിട്ടുണ്ട്. മുമ്പ് നമുക്കിവിടെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സും മുമ്പത്തെ പോലെ തന്നെ മനോഹരമായിട്ട് തന്നെ മാം പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ മാമിനെ വളരെ ആദരപൂർവ്വം ഇന്നത്തെ ട്രെയിനേഴ്സ് ടോക്ക് സീരീസിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ട്രെയിനേഴ്സ് ടോക്ക് സീരീസിലേക്ക് ഇത് കേൾക്കാനായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ടും ക്ഷണിക്കുകയാണ്. താങ്ക് യു. മൈക്ക് മാമിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. വളരെ ഭംഗിയായിട്ട് എന്റെ ടോപ്പിക് എന്താണെന്നും ഞാൻ ആരാണെന്നും ഒക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. ഇനി എനിക്കൊരു നൃത്യമോ അല്ലെങ്കിൽ എന്റെ ടോപ്പിക് ഇന്നതാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇത്രയും ഭംഗിയായിട്ട് എല്ലാവർക്കും എത്തിച്ചു കൊടുത്തു. ഒരു എക്സാമ്പിളിലൂടെയൊക്കെ, റിയൽ ലൈഫ് എക്സാമ്പിൾ, കാരണം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഭംഗിയായിട്ട് സാർ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു ടോപ്പിക്കിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ സാർ എന്തായാലും തന്നു. താങ്ക് യു സോ മച്ച്. അതിൽ വലിയ സന്തോഷം എന്ന് പറഞ്ഞാല് US ഇരിക്കുന്ന ഒരാളാണ് എനിക്ക് ഇൻട്രോ പറയുന്നത് എന്നുള്ളൊരു വലിയ സന്തോഷം കൂടിയുണ്ട്. ഇത്രയും ദൂരം ഇരിക്കുന്ന ഒരാള് ഇൻട്രോ പറയാന്ന് പറയുന്നത് വിംബിൾ അക്കാഡമിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമായിരിക്കും ഒരു പക്ഷേ. വിംബിൾ അക്കാഡമിയിലൂടെയാണ് ഇത്രയും ദൂരെയുള്ള കണക്ഷൻസ് എനിക്ക് ഉള്ളത്. ഇപ്പം ഞാൻ എല്ലാ ട്രെയിനിങ് സെഷൻസിലും വിംബിൾ അക്കാഡമിയെ കുറിച്ച് ഇങ്ങനെ വാദോരാതെ സംസാരിക്കും. വീട്ടിലും അതെ. ഇപ്പൊ വിംബിൾ എന്ന് പറയാത്തൊരു ദിവസം എന്റെ ജീവിതത്തിൽ ഇല്ല. എന്റെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ്
നിങ്ങൾ ഓരോരുത്തരും. ഇപ്പൊ അർച്ചന മാം, ഫൈസൽ സാർ എന്നൊക്കെ പറഞ്ഞാൽ എന്നും നമ്മുടെ ലൈഫിൽ എന്താ പറയാ, എന്ത് ഹാപ്പിനെസ് ഉണ്ടെങ്കിലും അവരോട് ഷെയർ ചെയ്യണം എന്നാണ് ആദ്യം തോന്നുന്നത്. നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കരിയറിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് വരുമ്പോൾ ആദ്യം അവരെ ഓർമ്മ വരും, അവരോട് പറയണം. പറഞ്ഞാൽ മാത്രമേ എനിക്ക് തൃപ്തിയാവുള്ളൂ. അപ്പൊ ഞാൻ പറയാറുണ്ട്, അർച്ചന മാമിനോട് പറയും, സാറിനോടും പറയും. സാറ് തിരക്കാണ്, എത്ര തിരക്കാണെങ്കിലും സാർ എനിക്ക് റിപ്ലൈയും തരാറുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. നമുക്കൊരു എന്താ പറയാ, ഒരു ബ്രദർലി സിസ്റ്റർലി ഫീലിംഗ് കിട്ടുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയാ, ഒരു പ്രിപ്പറേഷന്റെ ആവശ്യം അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു ഓപ്പൺ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്ന, നമ്മളൊരു വീട്ടിൽ സംസാരിക്കുന്ന, അങ്ങനത്തെ അത്രയും ഫ്രാങ്ക് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് വിംബിൾ. എന്റെ ഒരു ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവിടെ നിന്ന് തന്നെയാണ്. ഒരു ട്രെയിനർ ആവണം, എനിക്ക് ഉള്ളിൽ ഒരു ട്രെയിനർ ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് വിംബിൾ. അതിൽ ഒരുപാട് താങ്ക്സ്. അർച്ചന മാം ആൻഡ് ഫൈസൽ സാർ, അവർ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ബാക്കി എല്ലാവരും, ഹോൾ വിംബിൾ ടീമിന് ഒരു വലിയ താങ്ക്സോട് കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. എന്റെ ടോപ്പിക്കിലേക്ക് പോവാണ്. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. എല്ലാവർക്കും കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ് മാം, കാണാം. ഓക്കെ. സോ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ഫ്രം കൺഫ്യൂഷൻ ടു ക്ലാരിറ്റി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ ടോപ്പിക് സെലക്ട് ചെയ്തത്, ഞാനൊരു മെന്റൽ വെൽനസ് എക്സ്പേർട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ മെന്റൽ വെൽനസ് എന്താണ് എന്ന് പറഞ്ഞ് സംസാരിക്കേണ്ട അവസരങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്, ഞങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു ടോപ്പിക്കാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അവരെപ്പോഴും അവർ പറയാറുള്ളത്, ഞങ്ങൾക്ക് ഓവർ തിങ്കിങ് ഒരു പ്രോബ്ലം ആണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഇതിനെപ്പറ്റി അറിയാനും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, ഇതിൽ നിന്ന് മാറാൻ എന്തെല്ലാം ടിപ്സ് നമുക്ക് ഷെയർ ചെയ്യാം എന്നൊരു സംസാരത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് അങ്ങനെ ഒരു കാര്യമാണ്. നമ്മൾ പല അഭിപ്രായങ്ങളിൽ നിന്ന്. അപ്പോ ഇപ്പോ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു ന്യൂ നോർമൽ. എല്ലാം നമുക്ക് ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് പല സിറ്റുവേഷനിൽ വന്നു പോകുന്ന സാധനമാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ ഞാൻ ചോദിച്ചോട്ടെ, നമുക്കറിയാന്നുള്ള ഒരു പഴഞ്ചൊല്ലാണ് അധികമായാൽ അമൃതം വിഷം എന്ന്, അല്ലേ? അധികമായാൽ അമൃതം വിഷമാണ്. തോട്ട് എന്ന് പറയുന്നത് മനുഷ്യന്റെ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലുള്ള കാര്യമാണ് തോട്ട്സ്, ചിന്തകൾ എന്ന് പറയുന്നത്. തിങ്കിങ് ഓൾസോ, നമുക്കത് ഇല്ലാണ്ട് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. തിങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഓരോ അവസരത്തിൽ നമുക്ക് ചിന്തിച്ചാലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് അധികമായാൽ എന്ത് സംഭവിക്കും? അമൃത വിഷമാകുന്ന പോലെ തന്നെയാണ്. തിങ്കിങ് എന്ന് പറയുന്നത് ഓവറായി കഴിയുമ്പോൾ അത് നമ്മുടെ മൈൻഡിനും ബോഡിക്കും ഒരുപോലെ പ്രശ്നം ഉണ്ടാക്കും. അവിടെയാണ് നമ്മൾ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഇമേജ് കാണാം. നമ്മൾ ഓവർ തിങ്കിങ്ങിലായിരിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളതും അല്ലാത്ത തിങ്കിങ് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് നോർമലിലേക്ക് വരിക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് എത്രത്തോളം എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ചിലർക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു ഫേസ്. യു ഹാവ് സ്റ്റാർട്ടഡ്. ചിലർക്ക് കുറച്ച് നാളായി ഇങ്ങനെ കൂടെ തന്നെ ഉണ്ടാവും. ചിലർക്ക് അത് കൂടെ ഉണ്ട്, അത് കാരണമായി ഒരുപാട് ഇഷ്യൂസ് വന്നു കഴിഞ്ഞു നമ്മുടെ ലൈഫിൽ. എങ്കിൽ ഈ ആദ്യം പറഞ്ഞ രണ്ടുപേർക്കും നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ടിപ്സ് ഒക്കെ യൂസ് ചെയ്ത് കുറച്ചൊന്ന് ബെറ്റർ ആവാൻ ശ്രമിച്ച് നമ്മൾ ഒന്നും കൂടെ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കാം. ലാസ്റ്റ് പറഞ്ഞ ആൾക്കാരില്ലേ, അതായത് ഭയങ്കരമായിട്ട് നമ്മളുടെ ലൈഫിലേക്ക് ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്യരുത്. ഒരു എക്സ്പെർട്ട് അഡ്വൈസ് നിങ്ങൾ എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, സോ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവ്രി ടൈം ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാവുന്ന ഒരു സാധനമല്ല. ബൈ ബേർത്ത് നമുക്ക് ഓവർ തിങ്കിങ് ഒന്നും ഇല്ല. നോർമൽ തിങ്കിങ്ങിൽ നിന്നാണ് നമ്മൾ ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടില് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. വാട്ട് വിൽ വി ഡു? എന്താണ് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം? നമ്മളെ വീട്ടിലേക്ക് ആൾക്കാർ, കുറച്ച് ഗസ്റ്റ് വരും, ഒരു 10-20 പേര് ഗസ്റ്റ് വരുന്നുണ്ട്. നമ്മളൊരു ഫംഗ്ഷൻ അറിയാം. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഹൗ വി സ്റ്റാർട്ട് പ്ലാനിങ്? എങ്ങനെയായിരിക്കും? ചിന്തിക്കുവേ, വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. എത്ര പേര് വരും,
അവർക്ക് എന്ത് ഫുഡാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തെല്ലാം അറേഞ്ച്മെന്റ്സ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം, ഇതെല്ലാം നമ്മൾ ഓൾറെഡി ചിന്തിക്കും ആണല്ലോ. നമ്മളിത് ചിന്തിച്ചാൽ മാത്രമേ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആണ്. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. പക്ഷേ ഈ ചിന്തയിൽ നിന്ന് നമ്മൾ പോകുന്നത് അടുത്ത് ഞാൻ ഉണ്ടാക്കിയാൽ അവർക്ക് ഇഷ്ടപ്പെടുവോ? ഇപ്പൊ 20 പേരല്ലേ 25 പേര് വന്നാൽ എന്ത് ചെയ്യും? എന്റെ ഈ വീട്ടിൽ ഇത്രയും പേരെ ഉൾക്കൊള്ളാൻ എനിക്ക് സ്ഥലമുണ്ടോ? അന്ന് ഞാൻ അവർ വരുമ്പോൾ എനിക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഞാൻ വേറൊരാളെ ഹെൽപ്പ് എടുത്താൽ എങ്ങനെയായിരിക്കും? ഞാൻ എന്റെ ടൈമിന് തീർക്കാൻ പറ്റും? ഇങ്ങനെയുള്ള കുറേ അധികം ക്വസ്റ്റ്യൻസ് നിർത്താതെ വന്നുകൊണ്ടേയിരിക്കുന്നു. യു ആർ നോട്ട് റീച്ചിങ് എ സൊല്യൂഷൻ. അവിടെയാണ് ഓവർ തിങ്കിങ് പ്രശ്നം ഉണ്ടാക്കുന്നത്. വല്ല ഡിസിഷനിലേക്ക് എത്തുന്നുണ്ടോ? വല്ല ഒരു തീരുമാനം, ഒരു സൊല്യൂഷൻ എടുക്കാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഇല്ല. ഇല്ല. ഓവർ തിങ്കിങ് എന്ന് പറയുന്ന സാധനത്തില് നമുക്കൊരു സൊല്യൂഷനിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. സോ എന്താണ് ബേസിക്കലി തിങ്കിങ് ആൻഡ് ഓവർ തിങ്കിങ്? ആ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തായിരിക്കാം ഇവർ തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്? തിങ്കിങ് ആൻഡ് ഓവർ തിങ്കിങ് എന്തായിരിക്കാം ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്? എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെന്റൽ പീസിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സാധനമായാണല്ലോ മാറുന്നത്. ആ നേരത്തെ മാം പറഞ്ഞ എക്സാമ്പിൾ തന്നെ, അമിതമായ അമൃതം വിഷം എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് പോകും. തിങ്കിങ് നമ്മളെ ബുദ്ധിമുട്ടിക്കാത്തടത്തോളം അത് നമ്മുടെ പ്രോഗ്രസ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. ഓക്കെ, അപ്പോ പർപ്പസ്ഫുള്ളി ഇന്റൻഷനലി നമ്മൾ ചെയ്യുന്നതാണ് തിങ്കിങ് എന്ന് പറയുന്നത്. നമുക്കൊരു പർപ്പസ് ഉണ്ടാവും, അത് നമുക്കൊരു ഡിസിഷനിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യും. ഫോക്കസ്ഡ് ഓൺ സൊല്യൂഷൻസ് ആണ്. നമ്മൾ പ്രോബ്ലം സോൾവിങ് ആണ് അവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അതിനെ നമുക്ക് സോൾവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം, എപ്പോഴും തിങ്കിങ്ങിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഒരുപാട് സമയം എടുക്കില്ല തിങ്കിങ് എന്ന് പറയുന്നതിന്. കാരണം നമ്മുടെ പർപ്പസ് നമുക്കറിയാം, ഇന്റൻഷൻ നമുക്കറിയാമെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മതി, വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമായിരിക്കും തിങ്കിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ചിലർക്ക് അവയർ അല്ല, ഞാൻ ഓവർ തിങ്ക് ചെയ്യുകയാണെന്ന് അവയർ അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഡിഫറൻസ് പറയുന്നത്. കാരണം നിങ്ങൾ ചെയ്യുന്നത് ഓവർ തിങ്കിങ് ആണോ തിങ്കിങ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അതിനകത്തൊരു കാര്യം ഉണ്ടാവും. പിന്നെ അതുപോലെ ഒരു ആക്ഷൻ, നിങ്ങൾക്കൊരു ഡിസിഷൻ, നിങ്ങളൊരു തീരുമാനം എടുത്ത് അതിലേക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് അവിടെ വരും. ആ തിങ്കിങ്ങിന്റെ അവസാനം ഞാൻ ഇത് ചെയ്യാം, ഇന്നത് ചെയ്യാം എന്നുള്ള ഒരു മൂവിങ് ഫോർവേഡ് ആണ്. നിങ്ങൾ എവിടെയും നിന്ന് പോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവിങ് ആണ്, ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എപ്പോഴും തിങ്കിങ് എന്ന് പറയുന്നത്. അതേസമയം ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അറിയോ? റെപ്പറ്റേറ്റീവ് ആയിരിക്കും. ചുമ്മാ തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഒരിക്കലും പർപ്പസ്ഫുള്ളി ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുപോലെ എപ്പോഴും പ്രോബ്ലംസിനെ ഫോക്കസ് ചെയ്യും. നമ്മൾ സൊല്യൂഷൻസ് ആണ് തിങ്കിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ദ പ്രോബ്ലംസ് വിൽ ഫോക്കസ് ഓൺ പ്രോബ്ലംസ്. പിന്നെ അതുപോലെ ഇങ്ങനെ എൻഡ്ലെസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതൊരു കൺഫ്യൂഷനിലേക്ക് ഒരിക്കലും ഒരു സൊല്യൂഷനിൽ എത്താൻ പറ്റില്ല. പിന്നെ എന്താണ്? അസംഷൻസ് ആണ്, അവിടെ ഫാക്റ്റ് അല്ല. We are driven by assumptions. We are getting into not problem solving. We are getting into mental looping. അതിനകത്ത് നമ്മൾ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആ ചുറ്റി തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഒരു റെപ്പറ്റീഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, വാട്ട് ഇഫ് ഞാൻ തോറ്റുപോയാൽ എന്ത് ചെയ്യും, എന്നെ അവർ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടേയിരിക്കും. There will not be any answers, any solutions, any decisions at the end. അപ്പൊ തിങ്കിങ് എന്ന് പറയുന്നത് there will be one situation, there will be only one decision and one movement അല്ലെങ്കിൽ one action എന്നുള്ളത്. പക്ഷെ ഓവർ തിങ്കിങ്ങിൽ എന്താണ്? ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, മെനി പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാവും. ആ മെനി പോസിബിൾ ഔട്ട്കംസിൽ നമുക്ക് ഫിയർ ഫാക്ടർ ഉണ്ടാവും. അവിടെയാണ് നമുക്ക് പ്രശ്നം. നമ്മൾ പേടിയാണ്. ഒരു ഫിയർ ഫാക്ടറോടൊപ്പമായിരിക്കും ആര് വരുന്നത്? ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അത് വരുന്നത് എപ്പോഴും ഫിയർ ആണ്, നമുക്ക് പേടിയാണ്, നമ്മൾ ചേഞ്ച് ചെയ്താൽ എന്താവും എന്നുള്ളത്. അത് നമ്മളെ സ്റ്റക്കാക്കും. ആ ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് സ്റ്റക്കായി നിൽക്കും. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സ്റ്റോപ്പ് ആവും. ഇതാണ് ഓവർ തിങ്കിങ്ങും തിങ്കിങ്ങും തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ വണ്ടി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ചെളി ഉണ്ടായിരുന്നു, ചെളിക്കകത്ത് കുടുങ്ങിയെന്ന് വിചാരിക്കാം.
ഒരു തവണ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കും അല്ലേ, വീല് കറക്കി നമ്മൾ ഫ്രണ്ടിലായിട്ട് എടുക്കാൻ നോക്കും. പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇറങ്ങി ആരുടെങ്കിലും സഹായത്തോടെ തള്ളിക്കയറ്റും. ഇതാണ് ചെയ്യുന്നത്. പക്ഷേ ഓവർ തിങ്കിങ്ങിൽ ചെയ്യുന്ന എന്താണെന്നറിയോ? ചുമ്മാ ഇങ്ങനെ ഇട്ട് ആ വീലിനെ കറക്കിക്കൊണ്ടേയിരിക്കും, അവിടെ നിന്ന് കയറ്റാമെന്നുള്ള ആ ഉദ്ദേശത്തില് ചുമ്മാ നമ്മളൊന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, ഇപ്പൊ കയറും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നതല്ലാതെ, അതില് ഇങ്ങനെ പൊതഞ്ഞു പോകുന്നതല്ലാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്നില്ല എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു ഹെൽപ്പ് എടുക്കാനോ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് എടുക്കാനോ അത് പുറത്തിറങ്ങി ഒന്ന് നോക്കാൻ പോലും ശ്രമിക്കാതെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും അതിൽ നിന്ന് കരകയറി വരും എന്നുള്ള ആ ഒരു ഇതിൽ, ആ ഒരു മഡിനകത്ത് നമ്മൾ, അല്ലെങ്കിൽ ആ ചെളിക്കകത്ത് പൊതിഞ്ഞു പോയ ടയറിന്റെ ഒരു രീതിയാണ്. അതാണ് നമ്മൾ ഓവർ തിങ്കിങ്ങിന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക. ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും തോറും ആ ഒരു സ്ഥലത്തേക്ക് അതിങ്ങനെ താഴ്ന്നു പൊക്കോണ്ടേ ഇരിക്കും. അതിനൊരു സൊല്യൂഷൻ ഉണ്ടോ? അതിന് കയറി വരുന്നുമില്ല. അതാണ് സത്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അപ്പോൾ എന്തുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു, എങ്ങനെയാണ് ഓവർ തിങ്കിങ്ങിലേക്ക് നമ്മൾ എത്തുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് എത്തുന്നത്? നേരത്തെ പറഞ്ഞു, ഫിയർ ഓറിയന്റഡ് ആണ്. എപ്പോഴും നമുക്ക് പേടിയാണ്. പേടിയാണെന്ന് പറഞ്ഞാല് ആക്ച്വലി നമുക്കൊരു കാര്യം വരുന്ന സമയത്ത് ബ്രെയിൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, ഒരു പുതിയൊരു സിറ്റുവേഷനിലേക്ക് പോയി നിൽക്കുമ്പോൾ ആക്ച്വലി ദ ബ്രെയിൻ ഇസ് ട്രൈങ് ടു പ്രൊട്ടക്ട് യു വിത്ത് പോസിബിൾ ഔട്ട്കംസ്. നിങ്ങൾക്ക് എന്തൊക്കെ വരാം. പക്ഷെ നമ്മൾ അതിനെ എടുത്തിട്ട് ഫിയർ ഫാക്ടർ വരുന്ന സമയത്തേക്ക്, നമ്മൾ ഫിയർ വരുമ്പോൾ എന്ത് പറ്റും? ഫിയർ വരുന്ന സമയത്ത്, നമ്മൾ പേടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഇത് നമ്മുടെ പ്രശ്നമല്ല കേട്ടോ. നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. നമ്മളെ വയർ ചെയ്തിരിക്കുന്ന നമ്മുടെ ബ്രെയിനിന്റെ വയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് വയർഡ് ഫോർ സർവൈവൽ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഏൻഷ്യൻ ഹ്യൂമൻ ബീങ്സിന് സർവൈവ് ചെയ്യണമെങ്കിൽ ഫിയർ ഫാക്ടർ വാസ് നെസസറി. അവര് കാട്ടിനകത്ത് ഗുഹയ്ക്കകത്തൊക്കെയാണ് താമസിക്കുന്നത്. അവർക്കൊരു മൃഗം വരുമോ എന്നും അതുപോലെ എന്തെങ്കിലും കലാമിറ്റീസ് വരുമോ എന്നൊക്കെ എപ്പോഴും ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു വയറിംഗ് തന്നെയാണ് നമ്മുടെ ബ്രെയിനിന്റെ പ്രശ്നവും. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ വയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ഫിയർ ഫാക്ടർ അധികമായി കഴിയുമ്പോൾ നമ്മുടെ ലോജിക്കൽ പാർട്ട്, തിങ്കിങ് പാർട്ട് എന്ന് പറയുന്നത് വളരെ വീക്ക് ആവും. ആ വീക്ക് ആവുന്ന സമയത്ത് ലോവർ ബ്രെയിനിന്റെ ഫങ്ഷൻ ആണ് കൂടുതലായിട്ട് സ്ട്രോങ് ആവുന്നത്. അവിടെയാണ് നമുക്ക് ഇങ്ങനെ നമ്മളെ ലൂപ്പിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇതൊരു ലൂപ്പാണ് ആക്ച്വലി. ഇങ്ങനെ ലൂപ്പിലേക്ക് നമ്മൾ കൊണ്ടെത്തുക. ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു തോട്ട് വരുന്നു, അത് കാരണം ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഇമോഷൻ വരുന്നു, അത് കാരണം ഒരു ആക്ഷൻ ഉണ്ടാവുന്നു, എഗെയിൻ ദാറ്റ് ആക്ഷൻ കോസസ് എഗെയിൻ ദാറ്റ് തോട്ട്. ഇങ്ങനെ ഒരു ലൂപ്പിനകത്ത് കിടന്ന് കറങ്ങി കളിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ. അതാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ. അങ്ങനെയാണ് പോകുന്നത്. മനസ്സിലാവുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ നോർമൽ തിങ്കിങ്ങിൽ നിന്ന് നമ്മൾ മാറുന്നത് ഫിയർ ഫാക്ടർ അധികമാകുമ്പോഴാണ്. രണ്ട് രീതിയിലാണ് ഇത് സംഭവിക്കുന്നത്, ഓവർ തിങ്കിങ് വരുന്നത്. എപ്പോഴൊക്കെയാണ്? ഒന്ന് നമ്മൾ പാസ്റ്റിനെ പറ്റി വറി ചെയ്യുന്നു, ഒന്ന് ഫ്യൂച്ചറിനെ പറ്റി വറി ചെയ്യുന്നു എന്നുള്ളതാണ്. പാസ്റ്റിനെ പറ്റി എങ്ങനെയാ വറി ചെയ്യുന്നത്? സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയായിരിക്കും വറീഡ് ആവുന്നത് പാസ്റ്റിനെ പറ്റി? ലൈഫിലൊക്കെ ഇങ്ങനെ നടന്നിട്ടുള്ളതാണ്. നമ്മൾ റിഗ്രറ്റ് ചെയ്യുക, ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവുക എന്നുള്ളതാ അല്ലേ? എങ്ങനെയാണ്? നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോവുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചു പോവുക അല്ലെ? ആ സമയത്ത് നമ്മൾ ചിന്തിക്കുകയോ ഞാൻ എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് തോട്ട്. ചിലപ്പം അത് ഈ പറഞ്ഞ ആള് കളഞ്ഞിട്ടുണ്ടാവും, അവരത് മറന്നിട്ടും ഉണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ ഇതിനിങ്ങനെ ഇട്ട് പിന്നെയും ചിന്തിച്ച് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ ഫ്യൂച്ചറിലേക്കാ പോകുന്നത്. വെറിയാണ് നമുക്ക് പ്രശ്നം. വെറി എന്ന് പറഞ്ഞാല് എങ്ങനെയാ? ഞാനത് ചെയ്താൽ ശരിയാകുമോ? ഞാൻ ചെയ്യുമ്പോൾ ശരിയായില്ലെങ്കിൽ എന്നെ കുറിച്ച് എല്ലാവരും എന്ത് വിചാരിക്കും? ഞാൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോയാലോ, മിസ്റ്റേക്ക് പറ്റിയാലോ എന്നൊക്കെ പറ്റി പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വെറി ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മള് കുട്ടിക്കാലം മുതലേ പല ഓപ്പർച്യൂണിറ്റീസും ചിലപ്പോൾ ഓവർ തിങ്ക് കാരണം നഷ്ടപ്പെട്ടിട്ടും ഉണ്ടാവും. കാരണം ഞാൻ ചെയ്താൽ ശരിയാവോ, ഞാനിപ്പോ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇങ്ങനെ നമ്മുടെ മനസ്സിനകത്ത് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. നമുക്ക് തോൽക്കാൻ ഭയങ്കര പേടിയാണ്. നമ്മൾ തോറ്റു പോവോ എന്നുള്ള പേടി നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് പെർഫെക്ഷനിസം ആണ്. നമുക്ക് എല്ലാത്തിനും പെർഫെക്ഷനിസം വേണം എന്നൊരവസ്ഥ. എല്ലാവർക്കും അങ്ങനെ അല്ല കേട്ടോ.
എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ പെർഫെക്റ്റ് ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യും. അവിടെ ശരിയായോ, ഇവിടെ ശരിയായോ, അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണ് പെർഫെക്ഷനിസത്തിലേക്ക് പോകുമ്പോൾ. പിന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു കൺട്രോൾ, അതായത് നമുക്ക് നമ്മുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യണം, നമുക്ക് ആ സാഹചര്യത്തിനെ കൺട്രോൾ ചെയ്യണം എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ ശരിക്കും എല്ലാം നമ്മുടെ കൺട്രോളിലല്ലല്ലോ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നിടത്ത് മാത്രമേ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്, ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അതുപോലെ ആങ്സൈറ്റി, നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് വറിയാണ് മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ നമ്മൾ തോറ്റു പോകുമോ, ഞാൻ ചെയ്താൽ ശരിയാകുമോ, നാളെ എന്താകും, ഇതൊക്കെയാണ് ഓവർ തിങ്കിങ്ങിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ മോഡേൺ ലൈഫ് സ്റ്റൈല്, കാരണം ഒരു ഫാസ്റ്റ് പേസിൽ ഇങ്ങനെ ലൈഫ് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഡെയിലി കാണുന്ന റീൽസ് ആയാലും എല്ലാം നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്കൊരു സെൽഫ് ഡൗട്ടാ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ എന്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ, ഇതാണ് മിക്കവാറും നമ്മുടെ പ്രോസസ്സിലേക്ക് കയറുന്ന സാധനം. അപ്പൊ മോഡേൺ ലൈഫ് സ്റ്റൈൽ ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ ഒരു മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഇതിനൊരു ഒരു 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 പങ്ക് അത് വഹിക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല, നമ്മുടെ ബ്രെയിന് ഡെയിലി എത്ര തോട്ട്സ്, എത്ര ഡിസിഷൻസ് മേക്ക് ചെയ്യുന്ന അറിയാവോ? നമ്മുടെ ബ്രെയിനകത്ത് എത്ര ഡിസിഷൻസ് ആണ് ബ്രെയിൻ മേക്ക് ചെയ്യുന്നത് ഡെയിലി? വൺ ഡേ എത്ര ഡിസിഷൻസ് ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാവോ? ആർക്കെങ്കിലും പറയാമോ ഒരു ദിവസം ബ്രെയിൻ ഉണ്ടാക്കുന്ന നമ്പർ ഓഫ് ഡിസിഷൻസ് എത്രയാന്ന്? 20,000 ആണോ? എത്രയാ? 20,000 to 30,000. ആ യെസ്, അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാം 35,000 എന്താ ഡിസിഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ചിലത് നമുക്കറിയാം, താങ്ക് യു സോ മച്ച് സർ. ചിലത് നമുക്കറിയാം, ചിലത് നമ്മൾ അറിയാതെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, നടക്കുക, നിൽക്കുക, ഇരിക്കുക, ഇതൊക്കെ. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ ബ്രെയിനിനെ ട്രസ്റ്റ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു ഡൗട്ടാണ്, ഇത് ചെയ്താൽ ശരിയാമോ, ഈ ഡിസിഷൻ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ. ഇവിടെയൊക്കെയാണ് നമ്മുടെ പ്രശ്നം വരുന്നത്, നമ്മൾ ബ്രെയിനെ ട്രസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, കണക്കുകൾ അനുസരിച്ച് 73% ആൾക്കാർ 25 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള 73% ആൾക്കാരും ഈ ഒരു ഓവർ തിങ്കിങ്ങിന്റെ ലൂപ്പിനകത്താണെന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ ഇതിനുള്ള റീസൺ ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, നമ്മള് വീക്ക് ആണെന്നല്ല അതിന്റെ അർത്ഥം. വി ആർ നോട്ട് വീക്ക്, ബട്ട് വി കെയർ ടു മച്ച്. ഒരുപാട് കെയർ ചെയ്യുന്നു എന്നുള്ള, നേരത്തെ പറഞ്ഞില്ലേ, അധികമാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഓവർ തിങ്കിങ് വരുന്നത്. ഒത്തിരി നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ നോക്കുക, ഒത്തിരി കെയർ ചെയ്യുക, ഒരുപാട് ഫിയർ ആകുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. നമുക്ക് ലോജിക്കൽ പാർട്ട് വീക്കൻ ആകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ റീസൺ, മെയിൻ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഓവർ തിങ്കിങ് നമ്മളെ എങ്ങോട്ടേക്ക് കൊണ്ട് എത്തിക്കും എന്നുള്ളത്. ഓവർ തിങ്കിങ് നമ്മൾ എവിടെയാണ് കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ളത്. റിസൾട്ട്സ് ഓഫ് ഓവർ തിങ്കിങ്. എന്തൊക്കെ സംഭവിക്കാം നമുക്ക് ഓവർ തിങ്കിങ്? ഇവിടെ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ, ഷെയർ ചെയ്യാം എന്തെല്ലാം കാര്യങ്ങളിലേക്ക് അവസാനം നമ്മൾ ഓവർ തിങ്കിങ് കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ്. എന്തൊക്കെയാണെന്ന് അറിയോ? നമ്മൾ ആകെ ഡ്രെയിൻഡ് ഔട്ട് ആവും. ഡ്രെയിൻ ഔട്ട് ആവും. അതൊരു വലിയ സംഭവം കേട്ടോ, താങ്ക് യു. അതായത് മെന്റലി എക്സോസ്റ്റഡ് ആവും. നമ്മൾ മെന്റലി വീക്ക് ആണെന്ന് വരെ നമുക്ക് തോന്നിപ്പോ, നമുക്ക് ആവശ്യമില്ലാത്ത ക്ഷീണം ഉണ്ടാവും ഇങ്ങനെ അത് കഴിയുമ്പോഴേക്കും. ഭയങ്കരമായിട്ട് നമ്മളെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. നമ്മൾ പോലും അറിയാതെ അത് സംഭവിക്കുകയും ചെയ്യും. മെന്റലി ഡ്രെയിൻഡ് ആവും, അത് ഒന്നാമത്തെ വിഷയമാണ്. രണ്ടാമതോ, നമുക്ക് പ്രശ്നം ഉണ്ടാവും, റിലേഷൻഷിപ്സിൽ ഇഷ്യൂസ് ഉണ്ടാവും ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ട്. മറ്റേ പാർട്ട്ണർ അറിയേ പോലും ചെയ്യാത്ത കാര്യങ്ങൾ ഊഹിച്ച് പരസ്പരം കലഹങ്ങൾ ഉണ്ടാവും. വെറുതെ ഇരിക്കുമ്പോ ആക്ച്വലി നമ്മുടെ ബ്രെയിനിന്റെ അകത്ത് DMN, ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് നമുക്ക് തന്നിരിക്കുന്ന എന്തിനാന്ന് വെച്ചാല് നമ്മളെ കുറിച്ച് നമ്മൾ ആലോചിച്ച ഒരു ഗ്രോത്തിലേക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന സാധനത്തിനെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ എടുത്തിട്ട് ഓവർ തിങ്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത് കളയും. അവിടെ നമുക്ക് ഒരു സൊല്യൂഷനും കിട്ടില്ല, നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ആളായി മാറും.
സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ആളായി മാറുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ട്രസ്റ്റിന്റെ കാര്യം, നമ്മൾ ബ്രെയിനിനെ ട്രസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നില്ലേ? ആ ട്രസ്റ്റ് തിരിച്ച് നമ്മളെയും ട്രസ്റ്റ് ചെയ്യില്ല ബ്രെയിൻ. അപ്പൊ നമുക്ക് സെൽഫ് ഡൗട്ട് വരാൻ തുടങ്ങും. ഞാൻ ചെയ്താൽ ശരിയാകുമോ? ഞാൻ ചെയ്താൽ എവിടെയെങ്കിലും പ്രശ്നം വരുമോ? മിസ്റ്റേക്ക് വരുമോ? അല്ലെ? നമുക്ക് എപ്പോഴാ ഒരാളിൽ കോൺഫിഡൻസ് ഇല്ലാതാവുന്ന? നമുക്ക് അയാളോടുള്ള ട്രസ്റ്റ് പോകുമ്പോഴല്ലേ? നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെടുത്ത് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിക്കാനാണ് നമുക്കൊരു കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അയാളത് ചെയ്യും എന്നുള്ള കോൺഫിഡൻസ് ആണ്. ആ ട്രസ്റ്റ് ആണ് കോൺഫിഡൻസ് ആയി മാറുന്നത്. ദ സെയിം വേ ബ്രെയിൻ ആക്ട്സ്. ബ്രെയിനിന് നിങ്ങളടുത്തൊരു ട്രസ്റ്റ് വേണം. ആ ട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. യു ഹാവ് ടു കീപ് യുവർ വേർഡ്സ് ടു ദ ബ്രെയിൻ. നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സത്യസന്ധമായി പ്രവർത്തിക്കണം. ഞാൻ നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ട് 8 മണി വരെ കിടന്ന് ഉറങ്ങുന്ന ആളാണെങ്കിൽ ബ്രെയിനിന് ഡൗട്ട് വരിക, ഈ മനുഷ്യൻ ഇന്നലെ എൻ്റെ അടുത്ത് ഇങ്ങനെയല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇങ്ങനെ ചെയ്തു. അപ്പൊ ആ ബ്രെയിന് തന്നെ നിങ്ങളത് ട്രസ്റ്റ് ഇല്ലാതെ അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് പോവും. അപ്പൊ നിങ്ങൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നതും അതുപോലൊരു സംഭവമാണ്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാണ്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാണ്ടാവും. അതുപോലെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യും. സ്ലീപ്പ് കുറയും. അതുപോലെ നമുക്ക് പ്രൊഡക്ടിവിറ്റി കുറയും. ഇതെല്ലാം വരുന്ന സമയത്ത് മെന്റലി എക്സോസ്റ്റഡ് ആയ എങ്ങനെ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും? നല്ല കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ചിന്തിച്ച് പുതിയ കാര്യങ്ങൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും? അപ്പോൾ അതെല്ലാം എഫക്റ്റ് ചെയ്യും. അതുപോലെ ആങ്സൈറ്റിയിലേക്ക് കൊണ്ടെത്തിക്കും. ആങ്സൈറ്റിയിലേക്ക് കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് വേറെ വേറെ ഫോബിയാസ്, പാനിക് അറ്റാക്സ് ഇതിലേക്കൊക്കെ പോകും. നേരത്തെ പറഞ്ഞൊരു സംഭവം അതാണ്. ഇങ്ങനെ അതായത് നമ്മള് ഓവർ തിങ്കിങ് ചെയ്ത് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് തോന്നുന്ന സമയത്ത്, അതായത് എന്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല ആ സിറ്റുവേഷനിൽ. ഇപ്പം റൌഫ് സാർ പറഞ്ഞു ഞങ്ങൾ ഓവർ തിങ്ക് ചെയ്തു, അനിയത്തി തിരിച്ചു വിളിച്ചപ്പോൾ സമാധാനമായി എന്ന് പറഞ്ഞു. ബട്ട് ആ ഒരു ടൈം സ്പാനിന് ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ആ ഒരു ടൈം സ്പാനിൽ ഇപ്പൊ സാറ് അത്രയും മെന്റലി സ്ട്രോങ് ആണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ സാർ പിടിച്ചു നിന്നു. ഒരു ഡൗട്ട് വന്നു, ഓവർ തിങ്ക് ചെയ്തു, ബട്ട് ഇറ്റ് വാസ് പാനിക്കായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ചിലൊക്കെ ആണെങ്കിൽ തലയിറങ്ങി വീഴാനും വേറെ എന്തെങ്കിലുമൊക്കെ, അതായത് ആരെങ്കിലുമൊക്കെ വിളിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും, കൺട്രോൾ അല്ലാതെ അവർ പെരുമാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും ഒറ്റ ചെറിയ ടൈം സ്പാൻ കൊണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ നമുക്ക് അറിയാം. അല്ലെങ്കിൽ അപ്പൊ അവരെ അവെയർ ആക്കണം. നിങ്ങൾ ഒരു അഡ്വൈസ് എടുക്കണം കേട്ടോ എന്ന് പറയണം. വളരെ പൊളൈറ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ട് എന്നൊന്നും പറഞ്ഞേക്കരുത്. ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ പ്രശ്നം. നമ്മൾ ഈ ഓവർ തിങ്കിങ് കാരണം നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് നമ്മളെ ഇത് കൊണ്ടെത്തിക്കും. ഇതൊക്കെയാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാവും, നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, കോൺഫിഡന്റ് അല്ലാതെ ആവും, സെൽഫ് ഡൗട്ട്സ് ഉണ്ടാവും, ഈവൻ ഗട്ട് ഇഷ്യൂസ് വരെ വരും. ഗട്ട് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇഫ് യുവർ മൈൻഡ് കനോട്ട് ഡൈജസ്റ്റ് യുവർ തോട്ട്സ് ദെൻ ദ ബോഡി കനോട്ട് ഡൈജസ്റ്റ് യുവർ ഫുഡ് എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗട്ട് ഇഷ്യൂസ് വരെ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഡൈജഷന്റെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം ഓവർ തിങ്കിങ്ങിന്റെ റിസൾട്ട്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള സെക്ഷനിലേക്ക് തിരിയാണ്. ഹൗ വി ക്യാൻ ക്ലിയർ ദിസ്, ക്ലാരിറ്റിയിലേക്ക് എങ്ങനെ പോകാം, വാട്ട് ആർ ദി സ്ട്രാറ്റജീസ് ടു ഷിഫ്റ്റ് ടു ക്ലാരിറ്റി എന്നുള്ളത്. ഒരു 4 സ്ട്രാറ്റജി ഞാൻ പറയാം. 4 ഞാനിപ്പോ പറയുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ അകത്ത് നമുക്ക് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. നിങ്ങൾക്ക് അത് ആഡ് ഓൺ ചെയ്യാം കേട്ടോ. നമുക്കത് പോ നോക്കാം. ഞാൻ പറയാം എന്തെങ്കിലും കാര്യങ്ങൾ, ടിപ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. ഇപ്പൊ നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് പോവാം. എന്തൊക്കെയാണ് ക്ലാരിറ്റി വേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയാം. ഓവർ ഒരു ലൂപ്പാണ്. ഞാൻ അതിനകത്താണ് എന്ന് മനസ്സിലാക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതിനകത്തേക്ക് വന്നവര് എനിക്ക് ഓവർ തിങ്കിങ് ഉണ്ട്, ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, ഇതിനകത്തുനിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ച് വന്നവരാണെങ്കിൽ യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ് ഫസ്റ്റ് ഓഫ് ഓൾ. ദെൻ യു ആർ ഇൻ ദ കറക്റ്റ് പാത്ത് ഓൾസോ. കാരണം നിങ്ങൾ അവെയർ ആയി എന്നുള്ളത് വളരെ വലിയ സംഭവമാണ്. നിങ്ങളെ എന്താ പറയാ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം എനിക്ക് ഓവർ തിങ്കിങ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്താണ് എനിക്കതിന് സൊല്യൂഷൻ ഉപകാരപ്പെടുന്നത്, അല്ലെങ്കിൽ എനിക്കതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് അവെയർ ആകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓവർ തിങ്കിങ് ഉണ്ട്, എനിക്ക് പ്രശ്നമുണ്ട്, ഇത് എനിക്ക് സൊല്യൂഷൻ വേണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് എ വെരി ഗ്രേറ്റ് തിങ് യു ഹാവ് ഡൺ എന്നുള്ളത്. ഓക്കെ, so we'll go to the strategies. The first one is act to clear the fog.
ഓക്കെ, ആക്ട് ക്ലിയർ ദ ഫോഗ്. ഫോഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മൂടൽമഞ്ഞാണ് ഫോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടാക്കുന്നത് ഫോഗാണ്. ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, ഫ്രണ്ടിലുള്ള സാധനങ്ങളൊന്നും കാണാൻ പറ്റില്ല, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ഒരു ക്ലാരിറ്റി ഉണ്ടാവത്തേയില്ല. സോ അതിനെ ക്ലിയർ ചെയ്യാൻ ആക്ഷൻസിന് മാത്രമേ കഴിയുള്ളൂ, തിങ്കിങ്ങിന് ഒന്നും കഴിയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ആക്ഷൻസ് ആണ്. യു ഹാവ് ടു മൂവ് ഫോർവേഡ് എന്നുള്ളത്. അപ്പൊ എങ്ങനെ മൂവ് ഫോർവേഡ് ചെയ്യും? ടേക്ക് സ്മോൾ സ്റ്റെപ്സ്, സ്മോൾ ഇംപെർഫെക്റ്റ് സ്റ്റെപ്സ്. പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാനല്ല, ചെറിയ ആക്ഷൻസ്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുക. 2 മിനിറ്റ്സിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അത് ഇംപെർഫെക്റ്റ് ആയിട്ട് ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല, ഇംപെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തോളൂ. പിന്നെ ചെയ്യേണ്ടത് റിസർച്ച് ടൈം കുറയ്ക്കുക. ലിമിറ്റ് യുവർ റിസർച്ച് ടൈം. നിങ്ങൾ ഒരു വിഷയത്തെ പറ്റി റിസർച്ച് ചെയ്ത് ഗാഢമായി ചിന്തിക്കുന്ന സമയത്തെ നിങ്ങൾ ചുരുക്കുക എന്നുള്ളത്. ഒരുപാട് നിങ്ങൾ അധികം ചിന്തിക്കാൻ പോകണ്ട, നിങ്ങൾക്ക് ഒരുപാടൊന്നും അറിയേണ്ട കാര്യമില്ല. എല്ലാ തോട്ട്സും ട്രൂത്ത് എന്നുള്ളത് ആണെന്ന് വിചാരിക്കരുത്. അതിലേക്ക് നിങ്ങൾ കൂടുതൽ ചിന്തിച്ച് ചികഞ്ഞു പോകണ്ട. ചില കാര്യങ്ങളുണ്ട്, ചില ആൾക്കാർ നമ്മളോട് തമാശക്കായിരിക്കും പറയുന്നത്, പക്ഷെ ചില ആൾക്കാർ അങ്ങനെയുണ്ട് കേട്ടോ. തോട്ടിനെ ഇങ്ങനെ ഇട്ടിട്ട് അവരൊരു അതിനകത്ത് ഭയങ്കരമായിട്ടൊരു പേപ്പർ എഴുതാൻ കണക്കിന് റിസർച്ച് ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ആ മനുഷ്യൻ അത് കളഞ്ഞ് മറന്നു പോയിട്ടുണ്ട്, ആ പറഞ്ഞ കാര്യം പോലും ഓർക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇത് കേട്ട ആൾ അതിനെ എടുത്തിട്ട് നന്നായിട്ട് റിസർച്ച് ചെയ്യും. എന്നോട് അങ്ങനെ പറഞ്ഞു, എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് വേറെ എവിടെന്നെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യം കേട്ടെങ്കിൽ അതിനെ കൂടെ ഇതിലേക്ക് കണക്ട് ചെയ്യും. ഇങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിച്ച് ആ ഒരു വലിയൊരു വിഷയമാക്കി അതിനെ മാറ്റും. അപ്പൊ ആ ഒരു റിസർച്ച് ടൈം നിങ്ങൾ കുറയ്ക്കുക. നിങ്ങൾ ആ കേട്ട കാര്യം നിങ്ങളെ എഫക്ട് ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് സത്യമല്ല എന്ന് തോന്നിയാൽ ലീവ് ഇറ്റ്. ദെൻ ദ 5-minute റൂൾ. 5-minute റൂൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സഡൻലി നിങ്ങൾ ആ ചിന്തയിൽ ഇങ്ങനെ നോക്കണം, ഞാൻ കുറെ നേരം ആയല്ലോ. നിങ്ങൾ അവെയർ ആവുമ്പോഴാണ് ഈ പറയുന്നത്. അവെയർ ആയി കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോഴേക്കും അടുത്ത 5 മിനിറ്റിൽ നിങ്ങൾ ഡിസിഷൻ എടുത്തിരിക്കണം. 5 മിനിറ്റ്സിനകത്ത് ഡിസിഷൻ എടുക്കണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാണ്ട്, നിങ്ങൾ കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള പല മനുഷ്യന്മാരും എടുത്തത് 17% റൈറ്റ് ഡിസിഷൻസ് മാത്രമാണ്. They have taken only 17% right decision, and the rest of the decision they took and then make it right എന്നുള്ളത്. ഓക്കെ, എടുത്ത ഡിസിഷൻസിനെ പിന്നെയാണ് ശരിയാക്കിയത്. റോങ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ ഡിസിഷൻസ് വലിയ സംഭവമൊന്നുമല്ല. ആ 5 മിനിറ്റിനടുത്ത് ഡിസിഷൻ എടുക്കുക, ചെയ്യുക. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് ക്ലിയർ ചെയ്യാം. എന്തായാലും ആ കോൺസിക്വൻസ് ഓവർ തിങ്കിങ്ങിന്റെ കോൺസിക്വൻസസ് അത്രയും വരില്ല. അപ്പൊ ആ 5-minute റൂൾ എപ്പോഴും കീപ്പ് ചെയ്യുക. സോ യു ഹാവ് ടു ആക്ട്. ചുമ്മാ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ ആ ഫോഗ് ക്ലിയർ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ആക്ട്. ഒരു ഫിസിക്കൽ എൻവയോൺമെന്റിന്റെ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുക, അല്ലെങ്കിൽ യു ഹാവ് ടു ഷിഫ്റ്റ് ടു എ മെന്റൽ എൻവയോൺമെന്റ് ചേഞ്ച്. ഒരു ഫിസിക്കൽ എൻവയോൺമെന്റിന്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് പറ്റാത്തൊരു അവസ്ഥയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, മെന്റൽ എൻവയോൺമെന്റ് മാറ്റുക. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യത്തിന് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. ഓക്കെ, so that is the first point, act to clear the fog. Next one is manage your thoughts. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ തലയ്ക്കകത്തേക്ക് വരുന്ന എല്ലാ തോട്ട്സും സത്യമല്ല. പക്ഷേ ആ തോട്ട്സിനെല്ലാം നിങ്ങളോട് എന്തോ പറയാനുണ്ട്. ആ കാര്യം നിങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. എങ്ങനെ മാനേജ് ചെയ്യണം? നിങ്ങൾ ആദ്യം നിങ്ങൾ അവെയർ ആവണം, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്റെ തോട്ട്സ് എന്താണെന്ന് ഒബ്സർവ് ചെയ്യണം, അതിനെ ലേബൽ ചെയ്യണം, അതിനൊരു പേര് കൊടുക്കണം. ഇഫ് ഇറ്റ് ഇസ് എ നെഗറ്റീവ് തോട്ട്, ചാലഞ്ച് ഇറ്റ്. ഓക്കെ, ചാലഞ്ച് ചെയ്യുക. എങ്ങനെ ചാലഞ്ച് ചെയ്യണം? യു ഹാവ് ടു റീഫ്രെയിം ഇറ്റ് ഇൻടു എ പോസിറ്റീവ് തോട്ട്. അപ്പോൾ അങ്ങനെയാണത് നിങ്ങൾ ആ ഒരു തോട്ട് പ്രോസസ്സിനെ മാനേജ് ചെയ്യേണ്ടത്. ഐ ബിലീവ് ഇൻ മൈസെൽഫ് എന്നുള്ള സാധനം, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ സെഷൻ കൊണ്ട് ക്ലിയർ ആവുന്ന കാര്യങ്ങളല്ല. യു ഹാവ് ടു പ്രാക്ടീസ്. ഇതെല്ലാം നിങ്ങൾ ഡെയിലി പ്രാക്ടീസിലേക്ക് കൊണ്ടുവരണം. ഇവിടെ ഞാൻ പറയുന്ന ഈ ഒരു ടിപ്സ് എന്ന് പറയുന്നത് എല്ലാം കൂടി ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചൂസ് ചെയ്യുക, അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക, നിങ്ങളുടെ ലൈഫിലുള്ള മാറ്റങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക, അപ്രീഷിയേറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ
നിങ്ങളുടെ ഈ തോട്ട്സ്, നിങ്ങൾക്ക് ഇപ്പൊ വരുന്ന തോട്ട്സിനെ ചാലഞ്ച് ചെയ്യാൻ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ ചിന്തിക്കുന്ന സമയത്തൊന്ന് ചിന്തിക്കുക, ഞാൻ ഈ തോട്ട് വെച്ചിട്ടിരിക്കുന്നത് 5 വർഷം കഴിയുമ്പോൾ ഇത് എന്നെ എഫക്ട് ചെയ്യുമോ? വിൽ ഇറ്റ് എഫക്ട് മീ ആഫ്റ്റർ 5 years? അങ്ങനെ എഫക്ട് ചെയ്യില്ല എങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോ ഇല്ല. അപ്പോ നമുക്ക് അവിടെ വെച്ച് ആ തോട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം, അതിനങ്ങ് കളഞ്ഞേക്കാം. ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു ടു മാനേജ് യുവർ തോട്ട്സ്. ദെൻ ഗ്രൗണ്ട് യുവർ സെൽഫ് ഇൻ ദ പ്രസന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കുന്നുണ്ടാണ്. പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളും ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ഹാവ് ടു ബി മൈൻഡ്ഫുൾ ടു ദ പ്രസന്റ്. ലേൺ ടു ബി പ്രസന്റ് ആൻഡ് എൻജോയ് ദ മൊമെന്റ് എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, മൈൻഡ് ഫുൾ ആക്കി വെക്കാതെ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. എങ്ങനെ നമ്മൾ പ്രസന്റിലേക്ക് വരും എന്നുള്ളതാണ്. അതിന് നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ ഉണ്ടാവണം, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാവണം, മൈൻഡ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ വരണം. അതായത് നമ്മളൊരു ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഫുഡ് കഴിക്കുകയാണ്, യു ഈറ്റ് അറ്റ് ദാറ്റ് ടൈം, യു ഈറ്റ്, അത്രയും കംപ്ലീറ്റ്ലി അതിലേക്ക് നിങ്ങൾ കൊടുത്തിരുന്ന് കഴിക്കുക. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങൂ, വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോ മൈൻഡ്ഫുള്ളി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങണം നിങ്ങളുടെ ലൈഫിൽ. ആദ്യം നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടി വരും, പിന്നെ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. സോ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങൾ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യണം എന്നല്ല. ഈവൻ എ 10 minutes വാക്ക്, ഒരു 2 minutes എക്സസൈസ്, അതൊരു സ്മോൾ സ്റ്റാർട്ടാണ്. ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പുതുതായിട്ട് ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു 2 minutes അത് സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ തുടങ്ങുമ്പോൾ 2 minutes തുടങ്ങാം. ദാറ്റ് വിൽ ബിക്കം എ ഹാബിറ്റ്. ദെൻ യു വിൽ റെഗുലർലി ഡു ഇറ്റ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരും, നിങ്ങൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് സെറ്റ് വറി ടൈം. ഇതൊരു രസമുള്ള കാര്യമാണ്. അതായത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടാവണം, നിങ്ങൾക്ക് അത്രയും വെറിയുള്ള ആളാണ്, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണ്, വെറി ചെയ്യുമെന്നുള്ള ആളാണ്, പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ വെറി ചെയ്യാനായിട്ട് ഒരു 15 minutes നിങ്ങളുടെ ഡെയിലി മാറ്റി വെക്കുക. ഞാൻ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ വെറി ടൈം ആയിട്ട് ഇടുകയാണ്. അപ്പോൾ എനിക്കൊരു 11 മണിയാവുമ്പോൾ, നിങ്ങൾ 7 മണിക്ക് വറി ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ 7 മുതൽ 7:15 വരെ, 11 മണിക്ക് നിങ്ങൾക്കൊരു പ്രശ്നം നിങ്ങളുടെ തോട്ട് പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ തോട്ടിലേക്ക് വന്നു. നിങ്ങൾ പറയണം, ഞാൻ 7 മണിക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം, മാറ്റിവെക്കുക. എന്നിട്ട് 7 മണിക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. എന്നിട്ട് ആ പ്രശ്നങ്ങളുമായിട്ട് ഇരിക്കണം, എന്നിട്ട് എഴുതണം. യു ഹാവ് ടു ജേർണൽ ഇറ്റ് ഡൗൺ. എന്തായിരുന്നു എൻ്റെ പ്രശ്നം, എന്ത് തോട്ടായിരുന്നു, എന്താണ് ഇതിനുള്ള പരിഹാരം, വാട്ട് ക്യാൻ ഐ ഡു? ഇതാണ് പ്രോബ്ലം സോൾവിങ്ങിലേക്കുള്ള ഏറ്റവും വലിയ സ്റ്റെപ്പ്. വാട്ട് ഇഫ് എന്ന ക്വസ്റ്റ്യനിൽ നിന്ന് വാട്ട് ക്യാൻ ഐ ഡൂയിലേക്കൊരു ട്രാൻസ്ഫർ, ഒരു ചേഞ്ച് ഇവിടെ ഉണ്ടാവണം. അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനൊരു വറി ടൈം നമ്മൾ സെറ്റ് ചെയ്യുക. ഇതൊരു കേൾക്കുമ്പോൾ ചിരി വരുന്ന കാര്യമായിരിക്കും, പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ പകുതിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആ വറി ടൈം സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ തോട്ട്സിനെ അങ്ങോട്ട് എഴുതുകയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എഴുതുകയാണ്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും, ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, എന്റെ പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ ജേർണലിംഗ് ഒരു വലിയ ടെക്നിക്കാണ്, ബട്ട് യു ഹാവ് ടു പുട്ട് എഫേർട്ട് ഫോർ ദാറ്റ്. അതിനൊരു എഫേർട്ട് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് അത് സീരിയസ് ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്ന ആൾക്കാർ മിക്കവാറും ഇത് ചെയ്യും, എനിക്കറിയാം. അത്ര ഇഷ്യൂ അല്ലാത്തവർ നമ്മൾ അതിനെ കണക്കിലെടുക്കില്ല, കാരണം ഇറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം, ബിഗ് ഡീൽ അല്ല. കാരണം എനിക്കൊക്കെ ജേർണലിംഗ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം. കാരണം ഞാനൊരു വറി ചെയ്യുന്ന ഒരു ടൈമിൽ, അല്ലെങ്കിൽ എൻ്റെ തോട്ട്സ് ഞാൻ വീക്ക് ആണെന്ന് ഫീൽ ചെയ്യുന്ന ടൈമിൽ ഞാൻ എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ അതിനകത്തുനിന്ന് തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് എ റിയൽ ലൈഫ് എക്സാമ്പിൾ ഓൾസോ. ഓക്കെ, ദെൻ ഗ്രൗണ്ട് യുവർ സെൽഫ് ഇൻ ദ പ്രസന്റ്. അതിൽ 3 കാര്യങ്ങൾ പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് മൈൻഡ്ഫുൾനെസ്, സെറ്റ് യുവർ വറി ടൈം. വിൽ സേ മെന്റൽ ബൗണ്ടറി. അതൊരു മെന്റൽ ബൗണ്ടറിയും കൂടെയാണ് കേട്ടോ. ഞാൻ ഈ സമയത്ത് മാത്രമേ ഇതിനെക്കുറിച്ച് വറി ചെയ്യുള്ളൂ, അപ്പോഴേ ഞാൻ ചിന്തിക്കുള്ളൂ എന്നുള്ളത്. ദെൻ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് അഡോപ്റ്റ് എ ന്യൂ മൈൻഡ് സെറ്റ്. ഇവിടെയാണ് നിങ്ങളുടെ ഇത് വരുന്നത്. നിങ്ങൾ ഒരു മൈൻഡ് സെറ്റ് മാറ്റാനുള്ള ഒരു രീതി അല്ലെങ്കിൽ ഒരു തുടക്കം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഒന്ന്, നിങ്ങളുടെ ഇംപെർഫെക്ഷൻസിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ എല്ലാത്തിലും പെർഫെക്റ്റ് അല്ല, എല്ലാ കാര്യങ്ങളും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അക്സെപ്റ്റൻസ് നമ്മൾ കൊണ്ടുവരണം. വി ആർ ഇംപെർഫെക്റ്റ്, വി ആർ
മെയ്ഡ് ഇംപെർഫെക്റ്റ് എന്നുള്ളതാണ് സത്യം. നമുക്ക് പെർഫെക്ഷനിസം എല്ലാത്തിലും എത്തിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ ചിന്തിക്കുക. മറ്റു കാര്യത്തെ നിങ്ങൾ അങ്ങ് വിടുക. കാരണം അതെനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, വിൽ ട്രൈ. നമ്മൾ ട്രൈ ചെയ്താൽ പറ്റാത്തതൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അതിലേക്ക് ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഇമോഷൻസിനെയും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡുമാണ്. മറ്റൊരാളുടെ അഭിപ്രായങ്ങളെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇമോഷൻസിനെയോ അവരുടെ തോട്ട്സിനെയോ അവർ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നതിനെയോ ഒന്നും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഇമോഷൻസിനെയും നിങ്ങളുടെ തോട്ട്സിനെയും നിങ്ങളുടെ ബിഹേവിയറിനെയൊക്കെയാണ്. അത് മാത്രമേ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ഓൺ യുവർ ഗ്രോത്ത്. യു ഷുഡ് ഹാവ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അപ്പൊ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. വി ഷുഡ് ഹാവ് എ സെൽഫ് കമ്പാഷൻ. അതിന് നമ്മൾ സെൽഫ് ടോക്ക് നടത്തണം. നിങ്ങളെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കണം. ഞാൻ ഇന്നത് നല്ല ചെയ്തു, ഇത് ഡെയിലി നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ഞാൻ എന്തെല്ലാം നല്ലത് ചെയ്തു, എനിക്ക് എന്തെല്ലാം നല്ലതുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പോലെ നിങ്ങൾക്ക് ആലോചിക്കാം. സോ ഫോക്കസ് ഓൺ യുവർ ഗോൾസ്. അതിനൊരു മൈൻഡ് സെറ്റ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ന്യൂ മൈൻഡ് സെറ്റ് ഷുഡ് ബി അഡോപ്റ്റഡ്. സ്റ്റാർട്ട് ടേക്കിംഗ് ആക്ഷൻസ്. നിങ്ങൾ തോട്ട് നിർത്തുക, ചിന്തിക്കുന്നത് നിർത്തുക, ആക്ഷൻസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യും, തുടങ്ങുക എന്നുള്ളത്. അപ്പോ ഇതിനകത്ത് ഇനി ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ പാസ്റ്റിൽ നടന്നുപോയി. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം. നിങ്ങളുടെ പാസ്റ്റിൽ നടന്നു പോയ ഒരു 100 സിനാരിയോസ് എടുക്കുക. ഓക്കെ, നിങ്ങളെ പാസ്റ്റിലേക്ക് കഴിഞ്ഞു പോയ 100 കാര്യങ്ങൾ, 100 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. അതിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക എന്നുള്ളത്. എങ്ങനെ പോയാലും ഒരു 5 എണ്ണേ കാണുള്ളൂ. ഐ അഷ്യൂർ യു ദാറ്റ്. ഒരു 5 ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിനാരിയോ. നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. നിങ്ങളുടെ പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഏതൊരു 10 കാര്യം എടുത്താൽ പോലെ 1-2 കാണുള്ളൂ ഏറ്റവും വേഴ്സ്റ്റ്. ബാക്കി 95 കാര്യങ്ങളും ഇറ്റ് വാസ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഇറ്റ് വാസ് ഗുഡ്. അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ നമുക്ക്? ഈ വേഴ്സ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണോ നമുക്ക് ഏറ്റവും അത്യാവശ്യം? അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്ത് വിട്ടേക്കുക. ദാറ്റ് ലെസൺ നമ്മൾ അതിന് ഒത്തിരി പഠിച്ചിട്ടുണ്ടാവും. ടേക്ക് ഇറ്റ്. ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ കളഞ്ഞേക്കുക. ബാക്കി 95 സിനാരിയോസും നല്ലതായിരുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഒരു സ്റ്റോറി പറയാം. അതായത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും. ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് ചോദിച്ചു, ഈ ഗ്ലാസ്സിലെ വെള്ളത്തിന് ഒരുപാട് ഭാരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയില്ല, കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് പിടിച്ച് ഹോൾഡ് ചെയ്യാനുള്ള ഭാരമേ ഉള്ളൂ എന്ന് പറയും. ഞാനിതൊരു 1 മിനിറ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ഇല്ല, ഒരു കുഴപ്പമില്ല. ശരി, ഒരു 15 മിനിറ്റ്, വലിയ കുഴപ്പമുണ്ടാവില്ല. ഒരു 1 അവർ ഞാനിതിങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? അപ്പൊ പറഞ്ഞു, പ്രശ്നമാവും, കൈവേദന ഉണ്ടാവും, നമുക്ക് ബുദ്ധിമുട്ട്, വീക്ക് ആവാൻ തുടങ്ങും. ശരി, 1 ഡേ വെച്ചുകൊണ്ടിരുന്നാലോ? അപ്പൊ പറഞ്ഞു, പറ്റില്ല. ചിലപ്പോ നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥ വരും. കാരണം അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൈക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. സി, ദിസ് ഇസ് വാട്ട് ഇസ് യുവർ തോട്ട്സ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ബേർഡൻസിനെ നിങ്ങളുടെ തലയ്ക്കകത്തേക്ക് ഇട്ടിരിക്കുന്നത് ഇതുപോലെയാണ്. നിങ്ങൾ എത്ര നേരം അതിനെ ഇട്ടിരിക്കുന്നോ അത്രയും നിങ്ങളെ എക്സ്ഹോസ്റ്റഡ് ആക്കാൻ അതിന് കഴിവുണ്ട്. മെന്റലി നിങ്ങൾ അത്രയും എക്സ്ഹോസ്റ്റഡ് ആകും. അപ്പൊ എത്ര നാൾ നമ്മൾ ആ ഒരു നെഗറ്റീവ് തോട്ടിനെ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിനാരിയോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിനെ നമ്മൾ ക്യാരി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു, അത്രയും നമ്മൾ എക്സ്ഹോസ്റ്റഡ് ആവും, നമ്മൾ അത്രയും പ്രശ്നത്തിലേക്ക് പോയി ചെല്ലും. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ലീവ് ദ പാസ്റ്റ്. നമ്മൾ കഴിഞ്ഞു പോയത് കഴിഞ്ഞു. വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ്. നമ്മളെ കഴിഞ്ഞ മിസ്റ്റേക്ക്, വാട്ട് വി ഹാവ് ലേൺ, വി വിൽ നോട്ട് റിപ്പീറ്റ് ഇറ്റ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, so what are the today's key takeaways? Overthinking creates fog. Actions creates clarity. Thoughts are tools, not truth. എല്ലാ തോട്ട്സും ട്രൂത്ത് അല്ല എന്നുള്ളതാണ്. എവ്രി ചാലഞ്ച് ഇസ് എ ചാൻസ് ടു ഇവോൾവ്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ ചാലഞ്ചിനെയും നമ്മൾ അങ്ങനെ വേണം കാണാൻ. നമുക്ക് ഗ്രോത്തിന് വേണ്ടി തരുന്ന സാധനങ്ങളാണെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ തോട്ട് മാറുമ്പോൾ നമുക്ക് അതിനോടുള്ള ആറ്റിറ്റ്യൂഡും മാറും, നമുക്ക് ലൈഫിനോടുള്ള ഒരു പെർസ്പെക്റ്റീവും മാറും. സോ വെൻ യു ആക്ട് ഇൻസ്റ്റെഡ് ഓഫ് ഓവർ തിങ്കിങ്, ground yourself in the present and adopt a new mindset
the fog slowly disappears and clarity becomes your natural state. And this should happen in a very slow process. ഇതൊരു സ്ലോ പ്രോസസ് ആയിട്ടായിരിക്കും നടക്കുന്നത്. അങ്ങനെയാണ് നടക്കേണ്ടത്. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺസിസ്റ്റൻസി ഈസ് ദ കീ. അവയർനെസ് ആൻഡ് കൺസിസ്റ്റൻസി. നിങ്ങൾ എന്ത് കാര്യം ഇതിൽ നിന്ന് ഏതൊരു കാര്യമാണോ അഡോപ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഡു ഇറ്റ് കൺസിസ്റ്റന്റ്ലി എന്നുള്ളതാണ്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ്. കൺസിസ്റ്റൻസി ഇല്ലാണ്ട് നമുക്ക് ഒരു കാര്യത്തിന്റെയും ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഓവർ തിങ്കിങ് ആൻഡ് ദിസ് ഇസ് വാട്ട് ഇസ് ഐ വോണ്ട് ടു ടെൽ യു ആൻഡ് ഷെയർ യു. ബാക്കി നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ള എന്ത് കാര്യവും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കാരണം എന്നെക്കാൾ ചിലപ്പോൾ അറിവുള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ യു ക്യാൻ ഷെയർ യുവർ ഫീഡ്ബാക്സ്. അതുപോലെ നിങ്ങളുടെ എന്തെല്ലാം അഭിപ്രായങ്ങളുണ്ടോ, നിങ്ങൾക്ക് ആഡ് ഓൺസ് ഉണ്ടോ, അതെല്ലാം ഇപ്പൊ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ആൻഡ് ഹിയറിംഗ് ടു മീ. ഓക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണേ. ഈ ഫീഡ്ബാക്ക് പറഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ള ഓവർ തിങ്കിങ്ങിലാണോ എല്ലാവരും ഉള്ളത്? ആ ഒരു അവസ്ഥയിലേക്ക് പോയോ? ഞാൻ ഫീഡ്ബാക്ക് പറഞ്ഞാൽ ശരിയാകുമോ എന്നൊക്കെയാണോ? ടേക്ക് ആക്ഷൻ. ഓക്കെ, ഇതൊരു യെസ്, സ്മോൾ ഹസീന സ്റ്റെപ്പ് മാം ആയിക്കോട്ടെ. അൺമ്യൂട്ട് ചെയ്തു. ഹസീന മാം അൺമ്യൂട്ട് ചെയ്തു, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. ഞാൻ ഷഹനയുടെ ഫസ്റ്റ് സെഷനാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഷീ ഫീൽസ് വെരി കോൺഫിഡൻറ്റ്. ഭയങ്കരമായിട്ട് എന്താ പറയാ, PPTസും റിലേറ്റഡ് പിക്ചേഴ്സും ആയിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. താങ്ക് യു ഷഹന ഫോർ സച്ച് എ നൈസ് സെഷൻ. താങ്ക് യു മാം. അർച്ചന മാം, ഹസീന മാം എന്റെ ഗൈഡും മെന്ററും ഒക്കെയാണ് കേട്ടോ. ഹസീന മാം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. മാമിന്റെ കീഴിലാണ് ഞാൻ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തത്. ഞാൻ എപ്പോഴും മാമിനോട് എന്റെ സെഷൻസിന്റെ കാര്യമൊക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് ഹസീന മാഡം ഈ പറഞ്ഞ പോലെ എന്നോട് വളരെ അടുത്ത ആളാണ്. അപ്പൊ ഇന്ന് മാം എന്റെ സെഷൻ കാണണം എന്ന് എന്നോട് പറഞ്ഞു, എന്നെ ഓർമ്മിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മാം ഇതിൽ ജോയിൻ ചെയ്തതിൽ. കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ ഇപ്പൊ എന്നെ ഏറ്റവും അധികം പുഷ് ചെയ്തിട്ടുള്ള ഒരാളാണ്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, നിന്നെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് എന്നോട് ആവർത്തിച്ച് പറയുന്ന ആളാണ് ഹസീന മാം. താങ്ക് യു സോ മച്ച് മാം ഫോർ ജോയിനിങ്. അതുപോലെ ഫീഡ്ബാക്ക് പറഞ്ഞതിന് ഒരുപാട് താങ്ക്സ്. റിയലി ഹാപ്പി ടു നോ ദാറ്റ് മെന്റർ വന്ന് ഒരു സെഷൻ കേൾക്കാൻ വേണ്ടി അവർ ടൈം കണ്ടെത്തി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു അഭിമാനത്തിന്റെ നിമിഷം തന്നെയാണ്, അല്ലേ? It's a proud Good evening, ma'am. എന്റെ ഒരു സ്റ്റുഡന്റ് ഇത്ര Good evening. നന്നായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൗഡ് മൊമെന്റ് ഫോർ മീ. താങ്ക് യു. ഡെഫിനറ്റ്ലി. താങ്ക് യു മാം. യെസ് റോഫ് സർ, പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് മാം. നല്ല സെഷൻ ആയിരുന്നു. നേരത്തെ ഹസീന മാം പറഞ്ഞ പോലെ തന്നെ മാമിന്റെ ടോപ്പിക്കിലുള്ള കോൺഫിഡൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് വളരെ നന്നായി പ്രസന്റും ചെയ്തു. നമ്മള് ആൾക്ക് എത്രത്തോളം അറിയാന്ന് നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ എത്രത്തോളം പ്രിപ്പയർഡ് ആണെന്നുള്ളത്. ദാറ്റ് വാസ് എവിഡന്റ് ഇൻ യുവർ സെഷൻ. Congratulations. Thank you. Thank you, sir. And thanks for giving me opportunity to introduce you. Thank you. താങ്ക് യു സോ മച്ച് സാർ. റൌഫ് സാറിനെ ഞാൻ കാണുന്ന മോർണിംഗ് സർക്കിളിലാണ് കേട്ടോ. സാർ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പർ ആണല്ലോ. അതിൽ എപ്പോഴും ഞാനിങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ടായിരിക്കും കിച്ചണിലെ പണിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമുക്കിങ്ങനെ ആൾക്കാരുടെ സൗണ്ട് ഡെയിലി കേൾക്കുമ്പോൾ ആരാണ് സംസാരിക്കുന്നത് കറക്റ്റ് ആയിട്ട് അറിയാം. നിസബ് സാറ്, ചന്ദ്ര മാം, റൌഫ് സാറ്, പിന്നെ അർച്ചന മാം, ഇവരുടെയൊക്കെ വോയിസ് വളരെ ഫെമിലിയർ ആണ്. സാറാണ് ഇൻട്രോ പറയണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സാറിനെ വളരെ നന്നായിട്ട് അറിയാം. സാറിന് എന്നെ അറിയില്ലെങ്കിൽ എനിക്കറിയാം. ഞാനിങ്ങനെ ഡെയിലി കാണല്ലേ, അതുകൊണ്ട്. Thank you. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ പറയാത്ത എന്തെങ്കിലും ടിപ്സ് ഷെയർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ ലൈഫിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നുള്ളതുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അതുപോലെ ഇതിനകത്തുള്ള ടിപ്സ് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് എവിഡൻസ് ആണ്. നമ്മളിത് യൂസ് ചെയ്തു, എനിക്ക് ഇഫക്റ്റീവ് ആയിരുന്നു എന്ന് പറയാൻ പറ്റുന്ന ആർക്കെങ്കിലും പറയാട്ടോ. Hello, good evening all. ഗുഡ് ഈവനിങ് മാം. Shahana ma'am,
ടിപ്പൊന്നും ഇല്ല. ബൈ. എനിക്ക് ഓവർതിങ്കിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ടിപ്സ് ഒന്നും ഇല്ല. പറഞ്ഞത് കേട്ടപ്പോഴാണ് ഇത്രയൊക്കെ പക്ഷെ ഞാൻ ഇപ്പൊ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴേ റൌസ് സാർ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പണ്ടൊക്കെ ഞാനും അങ്ങനെ ആയിരുന്നു എന്ന്. പക്ഷെ ഇപ്പോഴൊക്കെ എത്രയോ അത് മറന്നുപോയി ഞാൻ. ഓവർതിങ്ക് ചെയ്യാൻ മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് ടിപ്പൊന്നും ഇല്ല. നല്ല നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. നല്ല കോൺഫിഡൻസ് ആയെന്ന് തോന്നുന്നു അല്ലേ ഇപ്പൊ? അർച്ചന മാം ആലോചിക്കുന്നുണ്ടോ ആദ്യത്തെയൊക്കെ പിന്നെ വോയിസും ഒക്കെ ഇപ്പൊ ആലോചിക്കുന്നുണ്ടോ? കുറെ ഡിഫറൻസ് ഇല്ലേ? ഉണ്ട് ഉണ്ട്. പക്ഷേ കോൺഫിഡൻസ് ലെവല് അപ്പോഴും ഒരു പരിധി വരെ ഷഹാന മാമിനുണ്ട്. കാരണം ചെയ്യണം എന്നുള്ള ആ ഒരു ദൃഢവിശ്വാസമുള്ള ഒരാളാണ്. എനിക്ക് എന്തെങ്കിലും ആവണം, എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ ഒരു ടോൺ എപ്പോഴും ആളുടെ വോയിസിലുണ്ട്. പിന്നെ ബൈ പ്രാക്ടീസ് അത് ഒന്നും കൂടി നന്നാക്കി എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. ബേസിക്കലി ആ ഒരു എനിക്ക് ചെയ്യണം, അത് ചെയ്തേ പറ്റുള്ളൂ, അത് നേടിയേ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഉള്ള ആളാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ആ ഹാർഡ് വർക്ക് പേസ് ഓഫ് എന്ന് പറയുന്നതിന് ഒരു സാക്ഷ്യം വഹിക്കാൻ പറ്റുന്ന ഒരു സ്റ്റുഡന്റ് തന്നെയാണെന്ന് പറയാം. താങ്ക് യു സോ മച്ച്. ഇതാണ് അല്ലേ നല്ലൊരു ഫീഡ്ബാക്ക് മാമിന്റെ ഒക്കെ കയ്യിൽ നിന്ന് കിട്ടാന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു ഭാഗ്യം. ഓ പറയുന്ന കേട്ടതിനകത്തൊന്നും ഞാൻ നല്ലതൊന്നും പറയാറില്ല. അങ്ങനെയല്ല, അയ്യോ നല്ലത് തന്നെയല്ലോ. ഇനി നമ്മള് എന്തെങ്കിലും പറയുമല്ലോ, ആ അല്ല നമ്മൾ പറയുമല്ലോ നല്ലതൊന്നും പറയണം, നല്ലത് വല്ലത് ഉണ്ടാവണ്ടേ പറയാന്ന് ഞാൻ ചോദിക്കേണ്ടി വരും. അല്ല മാം എന്ത് പറഞ്ഞാലും ഞങ്ങൾ അതേ സെൻസിൽ തന്നെ എടുക്കും. അതെ അതെ, അതാണല്ലോ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു വിജയം. ഞാൻ പറയുന്നതിനെ അതേ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമ്പോഴാണ് അതെന്റെ ഒരു വിജയം. അല്ലാതെ മറിച്ച് ഞാൻ പറയുന്നതൊക്കെ ഹേർട്ട് ആവുകയും ഇവരാരാണ് എന്നെ പറയാൻ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു കണക്ഷൻ ഇല്ലാതാവുമല്ലോ, ഒരു ഗ്രോത്ത് ഇല്ലാതാവും ആ റിലേഷനിൽ. നമുക്കും ഗ്രോത്ത് ഇല്ലാതാവും. നമ്മൾ ആ സെൻസിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഇല്ല. നമ്മൾ ആ സെൻസിൽ എടുക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ മാം പറഞ്ഞില്ലേ, അതിൽ നിന്ന് നമ്മൾ ഒത്തിരി പ്രാക്ടീസിലൂടെ വന്നു. പ്രാക്ടീസ് മാത്രമല്ല മാം, നമ്മളെ അക്സെപ്റ്റ്, അപ്പൊ നമ്മളെ പറയുന്ന ആൾക്കാരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഫൈസൽ സാറൊക്കെ നമ്മളോട് ഒരു കാര്യം നമ്മൾ സജസ്റ്റ് ചെയ്താൽ വി ആർ റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്. കാരണം നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാറുണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം, എനിക്ക് എന്തെങ്കിലും ടിപ്സ് പറയാം. ഞാൻ പോകുമ്പോഴൊക്കെ അവരോട് പറയാറുണ്ട്. എനിക്ക് മാമൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോവില്ല. അതുകൊണ്ടാണ്. അപ്പം മാമൊക്കെ നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് മാം ഇങ്ങോട്ടൊരു അഭിപ്രായം പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക്. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് മുന്നിലിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ കുറിച്ചൊരു അഭിപ്രായം പറയാം, നമുക്കൊരു ടിപ്പ് പറഞ്ഞു തരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര, നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാൻ, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ മാം. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. അതാണ് ഞാൻ പറയുന്നത്. വിമ്പിൾ എപ്പോഴും എന്റെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് ഓഫ്ലൈൻ സെഷൻ വരുന്നുണ്ട് എനിക്ക് ശനിയാഴ്ച. ഒരു പേരന്റിങ് ക്ലാസ് എടുക്കാനാണ്. ഒരു 1 hour ഗ്രേറ്റ്, റിയലി ഹാപ്പി. സാറ്റർഡേ ആണ്, 24th സാറ്റർഡേ. നീക്ക് ഓരോരുത്തരടുത്തും ട്രീറ്റും വിഹിതമൊക്കെ ചോദിക്കണം. വളരെ സന്തോഷം കേട്ടപ്പോ, വളരെ സന്തോഷം. ഫീഡ്ബാക്ക് ഇടൂ, പോയി വന്നിട്ട് ഗ്രൂപ്പിൽ അതിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഇടാം. അതുപോലെ പോകുന്ന കാര്യവും നിങ്ങളുടെ അൺഒഫീഷ്യലിൽ മാത്രമല്ല ഒഫീഷ്യലിലും ഇടാം. പാവങ്ങളായിട്ടുള്ള ഞങ്ങൾ രണ്ടുപേരും അൺഒഫീഷ്യലിൽ ഇല്ലല്ലോ. നിങ്ങൾ ഓരോന്നും അതൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇടാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു പ്രചോദനമാവും, നമുക്കും സന്തോഷമാവും. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ആർക്കും അങ്ങനെ പറയാനൊന്നുമില്ല. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സെഷൻ. ഇന്നത്തെ വളരെ മനോഹരമായ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്ത ബീഗം ഷഹാന മാമിനും അതുപോലെ തന്നെ ഇൻട്രോ പറഞ്ഞ അബ്ദുൾ റൂഫ് സാറിനും ഒരുപാട് നന്ദി. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ നന്നായിട്ട് ഭയങ്കര കോൺഫിഡൻസോടെ കൂടി തന്നെ സെഷൻ എടുത്തു. പിന്നെ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും ഒരിക്കലെങ്കിലും കടന്നുപോയിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും. ഒന്നല്ലെങ്കിൽ നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ മുതിർന്നു കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോഴോ, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോൾ ഓവർ തിങ്കിങ് ഇല്ലാത്ത ഒരു പാരന്റും ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു സ്കൂൾ ബസ് വൈകിയാലോ, അല്ലെ ഒരു ഓട്ടോ വൈകിയാലോ, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയി അവര് ഫോൺ വിളിച്ച് കിട്ടാതായാലോ, എല്ലാ ഘട്ടത്തിലും മക്കൾ എത്ര മുതിർന്നാലും, അല്ലെ നമുക്ക് എത്ര പ്രായമായാലും, നമ്മുടെ അച്ഛനമ്മമാരെ കുറിച്ചോ ഹസ്ബൻഡിനെ കുറിച്ചോ ആരെ കുറിച്ചോ നമുക്കൊരു അടുത്തൊരു സുഹൃത്തുണ്ടെങ്കിൽ പോലും നമുക്ക് അവരെ കുറിച്ച് എപ്പോഴും ഒരു ഓവർ തിങ്കിങ് വരാൻ സാധ്യതയുണ്ട്.
ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ആ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയായിരുന്നു. അത് മനോഹരമായി തന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അതിലെ ഒരു കാര്യം മാത്രമാണ് ഞാൻ ആലോചിച്ചിട്ടെങ്കിലും എത്തുമ്പോഴും കിട്ടാത്തത്, വറി ചെയ്യാനൊരു സമയം. ഈ വറി ചെയ്യാനൊരു സമയം കണക്കാക്കിയിട്ട് എങ്ങനെ വറി ചെയ്യും? ആ വറി ചെയ്യണ സമയം എപ്പോ വരും എന്ന് വിചാരിച്ച് ഞാൻ വറി ചെയ്യും. വൈകിട്ട് അല്ല 5 ഞാനിത് 5:30 കേട്ടപ്പോ ആണെന്നുണ്ടെങ്കിൽ എനിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം എന്താ ഈ വറി ടൈം എങ്ങനെ ഞാൻ സെറ്റ് ചെയ്യും, പക്ഷെ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് തിങ്ക് ചെയ്തപ്പോ നമ്മൾ അതിന് വേണ്ടി ഒരു ടൈം സെറ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്കൊരു ഹാബിറ്റ് വരും. ബാക്കി സമയത്തൊന്നും നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കില്ല. മറ്റേ നമ്മൾ ഇരുന്ന് എഴുതുമല്ലേ, നമുക്ക് വറി ചെയ്യാനുള്ള സാധനങ്ങൾ പിന്നെ ഉണ്ടാവില്ല എന്നുള്ളത്. നമ്മൾ അതിന്റെ മെയിൻ സൊല്യൂഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വറി ചെയ്യാനുള്ള കാര്യങ്ങൾ കുറയല്ലേ. നമ്മൾ അറിയില്ല, ഐ സൊല്യൂഷൻ ഡോണ്ട് നോ ഹൗ ഫാർ ഇല്ലാത്തതാണ് ഇറ്റ് ഇസ് പ്രശ്നം. പോസിബിൾ, ബട്ട് ഡെഫിനറ്റ്ലി അത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം എന്നെ സംബന്ധിച്ച് ഇപ്പൊ എനിക്ക് വലിയ വറിയില്ല, പക്ഷെ ഒരു വറി ടൈം ഞാൻ വെച്ച് അത് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വറിയൊന്നും വേണ്ട. അല്ലല്ല, ഈവൻ ഐ ഹാഡ് ദിസ് ഹാബിറ്റ് ഓഫ് ഓവർ തിങ്കിങ്. കാലക്രമേണയാണോ അതൊക്കെ മാറിയത്. ഓവർ അതെ. തിങ്കിങ്ങിൽ ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. സമയപരിധി കൊണ്ട് അതൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. ആ രസകരമായി ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആലോചിച്ച് സ്വയം പുളകിതയാകുമായിരുന്നു ഇവിടെ ഇരുന്നിട്ട്. എന്തായാലും വളരെ സന്തോഷം. കാരണം വെച്ചാൽ ഹൗ വിയേർഡ് ഐ വാസ് അറ്റ് ടൈംസ് എന്ന് തോന്നിപ്പോയി. ദിവ്യ, താങ്ക് യു സോ മച്ച്. അപ്പം ഇത്രയും നേരം സെഷനിൽ പങ്കെടുത്തവർക്കും കേൾക്കാൻ വേണ്ടി ഇവിടെ ഓടി വന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മൾ ഇതുപോലെ തന്നെ മറ്റൊരു ട്രെയിനറുമായി സാറ്റർഡേ ട്രെയിനേഴ്സ് ടോക്കിൽ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും അന്നും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.